അതിരപ്പള്ളിയിൽ 24 മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്തതിൽ മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണത്തെ മറികടക്കാൻ വ്യാജ പരാതിയുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. വാഹനമിടിച്ച് പരിക്കേറ്റ് കിടന്ന പന്നിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ 24 OBT അംഗം റൂബിൻ ലാലിനെയാണ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചത്. ഇതിൽ അന്വേഷണത്തിന് വനമന്ത്രി ഉത്തരവിട്ടിരുന്നു. ഈ അന്വേഷണത്തെ മറികടക്കാൻ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പരാതിയുമായാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പോലീസിനെ സമീപിച്ചത്. സൂരജ് സജിയുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, നേരത്തെ തന്നെ വനമന്ത്രി ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നുവല്ലോ. ഇതിനെ മറികടക്കാൻ ഇപ്പോൾ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നു എന്നാണോ സൂരജ്? തീർച്ചയായും ഉന്മേഷ്, ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷമാണ് വനമന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നത്. അതായത് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണം, അതിനെ CCFന് ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഈ കേസിൽ നിർണായകമായ അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ തലത്തിലേക്ക് അന്വേഷണം പോകുന്നുവെന്ന് കണ്ടതോടുകൂടിയാണ് ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച്, അതായത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് കാണിച്ചുകൊണ്ട് ഒരു വ്യാജ പരാതി അതിരപ്പള്ളി പോലീസിന് കൈമാറുന്നത്. ആ പരാതിയിന്മേൽ ഈ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ റോഡരികിൽ കാട്ടുപന്നി വാഹനം ഇടിച്ചു കിടക്കുന്ന അറിഞ്ഞ റൂബിൻ ലാൽ അവിടെ എത്തുന്നതും ദൃശ്യങ്ങൾ പകർത്തുന്നു. PWD റോഡിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥൻ തടയുകയായിരുന്നു. ഫോൺ തട്ടിമാറ്റുകയും പിന്നാലെ റൂബിൻ ലാൽ ഇത് ചോദ്യം ചെയ്തതോടുകൂടി റൂബിൻ ലാലിനെ മർദ്ദിക്കുകയുമായിരുന്നു. ഈ സംഭവത്തിലാണ് വിശദമായ അന്വേഷണം നടത്താൻ വനം നിർദ്ദേശിച്ചത്. പക്ഷേ ആ വനമന്ത്രിയുടെ അന്വേഷണത്തെ പോലും അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ 12 മണിക്ക്, അതായത് വനമന്ത്രി ഈ അന്വേഷണത്തിന് നിർദ്ദേശിച്ച മണിക്കൂറുകൾക്കപ്പുറം ഈ പരാതി നൽകിയതിന്റെ ഉദ്ദേശം പോലും ഇത്തരത്തിൽ മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണം അട്ടിമറിക്കുക എന്നുള്ളതാണ്. അത് ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പോൾ അതിരപ്പള്ളി പോലീസിന് ഒരു പരാതി നൽകിയിരിക്കുന്നു. ഇതിൽ പോലീസ് റൂബിനോട് വിശദീകരിക്കുന്നത് ഇന്ന് CI സ്റ്റേഷനിലില്ല, CI നാളെ സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഇത് കേസെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് പറയുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് കള്ളക്കേസിൽ കൊടുക്കും, വനാതിർത്തി ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഉൾപ്പെടെ കേസുകൾ ചുമത്താനുള്ള അധികാരം തങ്ങൾക്കുണ്ട്, അങ്ങനെ കാണിച്ച് തങ്ങൾ കേസെടുക്കുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭീഷണി നമ്മൾ മുഖവിലേക്ക് എടുത്തിരുന്നില്ല. നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യം എന്ന നിലക്കാണ് ഈ വാർത്ത അവതരിപ്പിച്ചത്. തൊട്ടു പിന്നാലെയാണ് ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന തരത്തിൽ മന്ത്രിയുടെ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. ഉന്മേഷ്, സൂരജ്, ഇതെങ്ങനെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലായി മാറും? ഇത് മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, പ്രാദേശിക മാധ്യമപ്രവർത്തനാണെങ്കിൽ ആ നിലയ്ക്ക് ദൃശ്യങ്ങൾ പകർത്തുകയാണല്ലോ, അത് ജോലിയുടെ ഭാഗമാണല്ലോ. അതിനെ എങ്ങനെയാണ് ഇവർ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഇക്കാര്യത്തിൽ വനം മന്ത്രി നേരത്തെ തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നതുമാണല്ലോ സൂരജ്. ഉന്മേഷ്, ഈ റൂബിൻ ലാൽ അവിടെ എത്തുന്നത് പോലും ഈ വനം വകുപ്പ് ഈ പന്നിയെ രക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുക എന്ന് മാത്രമായിരുന്നു നമുക്ക് ആ സമയത്തുണ്ടായിരുന്നത്. പക്ഷേ ഇതിനു മുൻപ്, അതായത് ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി പലതവണ അവിടുത്തെ പ്രദേശവാസികൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ച് ഈ ആനയെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നില്ല. പിന്നീട് ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ മുന്നിൽ ഈ ആന എത്തിയ സമയത്ത് മാത്രമാണ് ഈ ആനയെ തുരത്താൻ ഇവർ തയ്യാറായത്. ഇതിന്റെ എല്ലാ ദൃശ്യങ്ങളും നമുക്ക് കിട്ടിയിരുന്നു. ആ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാർത്തകളും പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിന്റെ ഒരു വിദ്വേഷം, അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ആഴ്ചകൾക്ക് മുമ്പ് ഇതേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ റൂബിൻ ലാലിനെ പരസ്യമായി അസഭ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് ഇന്നത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി, അതായത് PWD റോഡിൽ, അതായത് വനാതിർത്തിയിൽ പോലും നമ്മൾ പ്രവേശിച്ചിട്ടില്ല, PWD റോഡിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നത്. അതിനുശേഷം കയ്യേറ്റം ഉണ്ടായി എന്ന തരത്തിൽ നമ്മൾ വാർത്തകൾ നൽകി. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് CCFനെ ഇതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അവിടെ നിന്ന് കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഒരു വ്യാജ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്ന. അതിരപ്പള്ളി പോലീസിനോട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന തരത്തിൽ ഒരു വ്യാജ പരാതി നൽകിക്കൊണ്ട് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് രാവിലെ കയ്യേറ്റ ശ്രമത്തിൽ ഒരു നടപടി ഉണ്ടായാൽ റൂബിനെ അതിന്റെ പേരിലായാൽ പോലും ജയിലിലേക്ക് വിടുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. കൃത്യമായി മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണം അട്ടിമറിക്കുന്നതിന് കൂടിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം മന്ത്രി 9 മണിക്ക് ശേഷമാണ് ഇത്തരം ഒരു അന്വേഷണത്തിന് നിർദ്ദേശിക്കുന്നത്. അതിന് മണിക്കൂറുകൾക്ക് ശേഷം, അതായത് ഒരു തരത്തിലും അതിനു മുൻപ് ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രാഥമികമായി പോലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ല. അതിനൊക്കെ മണിക്കൂറുകൾക്ക് ശേഷം മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഒരു പരാതി സ്റ്റേഷനിൽ നൽകുമ്പോൾ തന്നെ അതിന്റെ താല്പര്യം എന്ത് എന്നുള്ളത് കൃത്യമായും പ്രകടമാകുന്നതാണ്. ഇത്തരത്തിൽ ഈ മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒരു പരാതിയാണ് ഇപ്പോൾ ഈ അതിരപ്പള്ളി പോലീസിൽ ഇത്തരത്തിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നു. ഉന്മേഷ്.
സൂരജ്, ഇപ്പോൾ ഈ വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് ഈ മേഖലയിൽ മാത്രമല്ല, അത് സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടാകുന്നതാണ്. വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെങ്കിൽ തുറന്നു കാണിക്കുക മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സമാനമായ രീതിയിലാണ് അവിടെയും പ്രാദേശികമായി നമ്മൾ നടപടി സ്വീകരിച്ചതും റൂബിൻലാൽ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് വാർത്ത പുറത്തറിയിച്ചതുമൊക്കെ. അതിന്റെ വൈരാഗ്യം കൂടി ഈ വാർത്തയ്ക്ക് പിന്നിൽ, ഇപ്പോൾ ഈ നടപടിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുവെന്നാണോ സൂരജ്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ ബീറ്റ് ഓഫീസർ ജാക്സന്റെ നേതൃത്വത്തിലായിരുന്നു രാവിലെ എല്ലാം ഇത്തരത്തിൽ ഈ അതിക്രമം ഉണ്ടായത്. കാരണം നിരന്തരമായി ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഈ അതിരപ്പള്ളി മേഖലയിൽ നിലനിൽക്കുന്നതാണ്. പക്ഷേ അവിടെ ഈ വനം വകുപ്പ് പലപ്പോഴും ഈ ആക്ട് ചെയ്യാൻ വൈകുന്നു എന്നുള്ളത് ഈ പ്രദേശവാസികളുടെ തന്നെ കാലങ്ങളായുള്ള പരാതിയാണ്. ഈ പരാതികളും ഇവരുടെ ദുരിതങ്ങളും എല്ലാം ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുന്നു എന്നൊരു ഒറ്റ കാരണം മാത്രമാണ് ഈ റൂബിൻലാലിനെതിരെയും 24-നെതിരെയും ഇത്തരത്തിൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിദ്വേഷം തോന്നുന്ന തരത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഇത് പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല. അങ്ങനെ ഇരിക്കെ പോലും ഇന്ന് ഈ പന്നിക്ക് ഇങ്ങനെ അപകടം സംഭവിച്ചു, അപകടം പറ്റി വഴിയരികിൽ കിടക്കുന്നു കാട്ടുപന്നി എന്നറിഞ്ഞുകൊണ്ടാണ് റൂബിൻ അവിടെ എത്തുന്ന. ആ സമയത്ത് അതിനെ റെസ്ക്യൂ ചെയ്യുക, അതായത് ഇവർ റെസ്ക്യൂ ചെയ്ത് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പകർത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് ഒരു തരത്തിലും വനം വകുപ്പിനെതിരായ വാർത്ത നൽകുക എന്നുള്ളതല്ല. പക്ഷേ ഒരു പ്രകോപനവുമില്ലാതെ റൂബിന്റെ കയ്യിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ പകർത്തുന്ന ഫോൺ തട്ടിത്തെറിപ്പിക്കുന്നു. അതിനുശേഷം റൂബിന് നേരെ കയ്യേറ്റം ഉണ്ടാകുന്നു. അതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനുശേഷമാണ് ആ കയ്യേറ്റ ശ്രമത്തെ അപലപിച്ചുകൊണ്ട് അതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെന്നൊരു നിർദ്ദേശം വനംമന്ത്രി നൽകുന്നത്. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് മധ്യമേഖല PCF തന്നെ ഇതിന്റെ അന്വേഷണ ചുമതലയിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് PCF-നെ പോലും ഇതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നത്. ആ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു എന്ന് മന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി അതിരപ്പള്ളി പോലീസിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷനുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് വനം വകുപ്പ് അതോടൊപ്പം തന്നെ ഒരു കേസ് കൂടി ചുമത്താൻ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വനാതിർത്തി ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൂടി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്താൻ പറ്റുമോ എന്ന് അവർ പരിശോധിക്കുന്നുണ്ട് എന്ന കാര്യം ഈ പോലീസിനോട് വ്യക്തമാക്കി എന്ന കാര്യം പോലീസ് നമ്മളോട് അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെ തരത്തിൽ വ്യാജ കേസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ റൂബിൻലാലിനെതിരെ നീങ്ങാൻ കഴിയുമോ അത്തരത്തിലെല്ലാം നീങ്ങുന്നു. മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണം തടസ്സപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജാക്സന്റെ നേതൃത്വത്തിലുള്ള ഈ ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രതികാര നടപടി ഉണ്ടാകുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.